So, good evening, everybody. So, ഇന്ന് നമ്മൾ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. സോ ഇന്നൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഇസ് ലൈക്ക് ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 4ഉമാണ് എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ബേസിക്കലി ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓൺ ആൻ ആവറേജ് ഒരു 6 to 7 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് നവംബർ 2019 ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ആസ് യു കുഡ് സി ഇവിടെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിൻ്റെ തന്നെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ്. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഇവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എക്കോണമി, വീണ്ടും ഒരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു 3 മാർക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പം മൊത്തം 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെ വന്നത്. സോ 40 മാർക്സിൽ 9 മാർക്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് അബൌട്ട് 10% എന്താ പറയുക, നല്ലൊരു % ഓഫ് മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ചാപ്റ്റർ ഇസ് ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഒരു യൂണിറ്റും ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ മൂവിങ് ഓൺ ടു ദ യൂണിറ്റ്. സോ ഈ ചാപ്റ്ററിൽ ഡിറ്റർമിനേഷൻ നാഷണൽ ഇൻകത്തിൽ 2 യൂണിറ്റാണുള്ളത്. ഒന്ന് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും രണ്ടാമത്തേത് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം. സോ മൂവിങ് ഓൺ. So throughout this chapter I will be giving you detailed explanation of each and everything. So chapter 1, determination of national income. So ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് definition of national income, explain the usefulness and significance of national income estimates. നാഷണൽ ഇൻകം എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അത് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ ഇനി അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡീഫോൾട്ട് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ പഠിക്കും. ഡിഫറൻഷ്യേറ്റ് എമംഗ് ദ വേരിയസ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം, നാഷണൽ ഇൻകത്തിൻ്റെ വേരിയസ് കൺസെപ്റ്റുകളെ പറ്റി നമ്മൾ പഠിക്കും. ലൈക്ക് ഏതൊക്കെ മെത്തേഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്ക്രൈബ് ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ, ഔട്ട്ലൈൻ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ഡിസ്ക്രൈബ് ദി സിസ്റ്റം ഓഫ് റീജിയണൽ അക്കൗണ്ട്സ്, ചാലഞ്ചസ് ഇൻവോൾവ്. ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ടാവുക. സോ ഓവർവ്യൂ വീണ്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക സമ്മപ്പ് ആണ്. ലൈക്ക് ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം, ഡിഫറെൻറ്റ് concept of national income, the measurement of national income, and limitations and challenges of income computation. So moving on to our introduction part. When we undertake the study of national economics, we are interested in macroeconomic aggregates such as aggregate income, output, employment, prices, consumption, saving, investment, etc. സോ നാഷണൽ ഇൻകം എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അതായത് അഗ്രിഗേറ്റ് ഇൻകം എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, എംപ്ലോയ്മെൻറ്റ് എന്താണ്, പ്രൈസ് എന്താണ്, കൺസംപ്ഷൻ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ജസ്റ്റ് ആസ് ദെയർ ആർ അക്കൗണ്ടിങ് കൺവെൻഷൻസ് വിച്ച് മെഷർ ദ പെർഫോമൻസ് ഓഫ് ബിസിനസ്, ദെയർ ആർ കൺവെൻഷൻസ് ഫോർ മെഷറിങ് ആൻഡ് അനലൈസിങ് എക്കണോമിക് പെർഫോമൻസ് ഓഫ് എ നേഷൻ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ബിസിനസ്സിനെ കാണുന്നത് പോലെ തന്നെ എക്കണോമിക് പെർഫോമൻസ് ഓഫ് എ നേഷൻ നമ്മൾ അനലൈസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ, ഡീപ്പായിട്ടുള്ള സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പയനോഡ് ബൈ ദ നോബൽ പ്രൈസ് വിന്നിങ് എക്കണോമിസ്റ്റ് സൈമൺ കൂസ്നെറ്റ്സ് ആൻഡ് ദ റിച്ചാർഡ് സ്റ്റോൺ ഈസ് വൺ സച്ച് മെഷർ. സോ അത്തരത്തിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വന്ന ഒരു വലിയൊരു കൺസെപ്റ്റാണ് ലൈക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഈസ് ഡിഫൈൻഡ് ആസ് ദ net value of all economic goods and services produced within the domestic territory of a country in an accounting year plus the net factor income from abroad. So മെയിൻ ഡെഫിനിഷനിലോട്ട് നമ്മൾ കടക്കുവാണ്. ലൈക്ക് എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളത്. ഇത് ആക്ച്വലി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടിയാണ് വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്നുള്ളത്. നാഷണൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം തുടർന്നുള്ള എക്കണോമിക്സിൻ്റെ ഒരു ബേസാണ് വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്നുള്ളത്. നാഷണൽ ഇൻകം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്.
നാഷണൽ ഇൻകം GDP സെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക സെയിം ആണെന്നുള്ളൊരു ധാരണയിൽ എടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ശരിക്കും നാഷണൽ ഇൻകം എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്, അതെങ്ങനെ ആ ഫോർമുല ഡിറൈവ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളുടെയും ആകത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വിദേശ കമ്പനികളുണ്ടാവും, അല്ലെങ്കിൽ വിദേശ സിറ്റിസൺസ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഏൺ ചെയ്യുന്നത് അവരുടെ കൺട്രിയിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. അപ്പോൾ അത് നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. പ്ലസ് നമ്മുടെ സിറ്റിസൺസും നമ്മുടെ ഇന്ത്യൻ ഒറിജിനുള്ള കമ്പനികളും വിദേശത്ത് ഏൺ ചെയ്യുന്നുണ്ടാവും. അതിനെ നമ്മുടെ കൺട്രിയിലെ ഈ ഫൈനൽ ഗുഡ്സിലേക്ക് ആഡ് ചെയ്യണം. ഈ നാഷണൽ ഇൻകം ഇതിൻ്റെ ഡെഫിനേഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഒരു കാര്യം നെറ്റ് വാല്യൂ ഓഫ് ഓൾ ഇക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ്. സോ നെറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ആണ്. ഏറ്റവും അവസാനത്തെ എൻഡ് പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ്റേത് അതിനകത്തേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരും. അത് നമ്മൾ കമ്മിങ് യൂണിറ്റ്സിൽ കാണുന്നതായിരിക്കും. സോ ഇക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എടുക്കുന്നത്. ഇക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കുഡ് ബി എക്സ്ചേഞ്ച്ഡ് ഇൻ എ മാർക്കറ്റ് ഫോർ എ മണി വാല്യൂ. അപ്പോൾ അതാണ് എക്കണോമിക് എന്നൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രൈസ് ഇട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. നോൺ എക്കണോമിക് ആയുള്ള ആക്ടിവിറ്റീസ്, അതായത് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ്റെ പരിധിയിൽ വരുന്നില്ല. ദെൻ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. നമുക്കറിയാം ഇന്ത്യയുടെ ബോർഡേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി ഉണ്ട്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഇപ്പം ഓഷ്യനിലാണെങ്കിൽ കൂടി നമുക്കൊരു ഒരു ഇന്ത്യൻ ബൗണ്ടറി ഉണ്ട് എല്ലായിടത്തും. സോ ആ വിത്തിൻ ദ ടെറിട്ടറിയുടെ ഡെഫിനേഷനിൽ വരുന്ന സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ മാത്രം, അതിൻ്റെ ഫൈനൽ വാല്യൂ മാത്രമായിരിക്കും നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിൽ എടുക്കുന്നത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം മീൻസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ എന്നുള്ളതാണ്. സോ ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് ദ അക്കൗണ്ടിങ് ഇയർ 2018 to 19 എടുക്കുകയാണെങ്കിൽ ആ വർഷത്തെ മാത്രം, അതിന് മുമ്പത്തെ വർഷത്തെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ പ്ലസ് ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അത് ഞാൻ നേരത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് തന്നതാണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, ലെറ്റ് ഇറ്റ് ബി ഒരു 1 lakh rupees നമ്മുടെ നാഷണൽ ഉൽപ്പാദിപ്പിച്ചതാണ്. പ്ലസ് നമ്മുടെ സിറ്റിസൺസ് ദുബായിലുണ്ട്, വേറെ ഒരുപാട് കൺട്രീസിലുണ്ട്. അപ്പോൾ അവർ അവിടെ ജോലി ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലോട്ട് നടത്തി. അത് ലെറ്റ് ഇറ്റ് ബി ഒരു 30,000. നമ്മൾ ചെറിയ എമൗണ്ട് എക്സ്പ്ലനേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. ഇറ്റ് വിൽ ബി ക്രോർസ്. സോ പിന്നെ അത് നമുക്ക് അവകാശപ്പെട്ടാണ്, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്ലസ് നമ്മുടെ കമ്പനീസ്, ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള കമ്പനീസ് വിൽ ബി വർക്കിംഗ്. അവർ ഒരു 50,000 rupees കൊണ്ടുവന്നു. പ്ലസ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ കൺട്രിയിൽ ഇനി പ്ലസ് ഇടണ്ട, കാരണം നമ്മുടെ കൺട്രിയിൽ വിദേശത്തുള്ള ഒരുപാട് കമ്പനികൾ നമുക്കറിയാം. ഈവൻ ഒരുവിധം എല്ലാ കാറ്, ബാക്കിയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇങ്ങനെ ഒത്തിരി കമ്പനീസ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇതുപോലത്തെ ഓരോ കാര്യത്തിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എക്സാമ്പിൾസ് പറയുന്നില്ല, കാരണം അവർ ടൈം ഈസ് ലിമിറ്റഡ്. സോ അവർ ഇപ്പോൾ ഒരു ഫോറിൻ സിറ്റിസൺ ഇവിടുത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇഫ് ദേ ആർ ഏർണിംഗ് 30,000, ലെറ്റ്സ് സബ്ട്രാക്ട് ദാറ്റ്. പ്ലസ് ഒരു നമ്മുടെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന വിദേശത്ത് ഉള്ള ഏതെങ്കിലും ഒരു കമ്പനി, ലെറ്റ് ദേ ഏൺ ഒരു 75,000. സോ ദിസ് ഈസ് ദ ടോട്ടൽ. അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുകയായിരിക്കും. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. വിദേശത്തുനിന്ന് വന്ന കമ്പനിയുടെ കുറയ്ക്കണം, വിദേശത്തെ സിറ്റിസൺസിൻ്റെ ഏർണിങ്സ് കുറയ്ക്കണം, നമ്മുടെ സിറ്റിസൺസിൻ്റെ നമ്മുടെ കമ്പനിയുടെയും ആഡ് ചെയ്യണം. So most probably the answer will be 2,25,000.
സോ ഈ ഒരു പാർട്ടാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇത്രയും ഭാഗത്തെ ട്രീറ്റ്മെൻറ്റാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിറ്റിസൺസ് ആൻഡ് നമ്മുടെ കമ്പനിയുടേത് ആഡപ്പ് ചെയ്തു, പുറത്തെ സിറ്റിസൺസിൻ്റെ ആൻഡ് പുറത്തെ കമ്പനിയുടെ നമ്മൾ ലെസ് ചെയ്തു. സോ ദാറ്റ്സ് വിൽ ബി ഗിവിങ് അസ് ദിസ് ആൻസർ. ഇതാണ് NFIA എന്ന് പറയുന്നത്. NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്നാണ് ഇത് പറയാം. ഓക്കെ, then coming the usefulness and significance. Okay, അതിന് മുമ്പ് according to the Central Statistical Organization CSO, national income is the sum total of factor incomes generated by the normal residents of a country in the form of wages, rent, interest and profit in an accounting year. സോ നമ്മുടെ ബേസിക്കലി ഇതുപോലത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സും അതിൻ്റെ എന്താ പറയുക കമ്പ്യൂട്ടേഷൻസൊക്കെ നടത്തുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സോ അവരുടെ ഒരു ഡെഫിനേഷൻ അനുസരിച്ച് വാട്ട് ഈസ് നാഷണൽ ഇൻകം മീൻസ് ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഫാക്ടർ ഇൻകംസ്. സോ നമ്മളിനി അങ്ങോട്ട് ഒരുപാട് തവണ കേൾക്കാൻ പോകുന്നൊരു വാക്കാണ് ഫാക്ടർ ഇൻകം എന്നുള്ളത്. വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. നമ്മുടെ കൺട്രിയിൽ നമ്മളൊരു എന്താ പറയുക 2 സെക്ടർ മോഡൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്കണോമിക് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇക്കണോമിയിൽ ജനറേറ്റഡ് ആവുന്ന ഇൻകം എന്നുള്ള ഒരു അസംഷനിലാണ് പോകുന്നത്. സോ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ, സപ്പോസ് ഇത്ര കണ്ട് ഉൽപ്പാദനം നടന്നാൽ, ഔട്ട്പുട്ട് ജനറേഷൻ നടന്നാൽ, 1,00,000 രൂപയുടെ ഔട്ട്പുട്ട് ജനറേഷൻ നമ്മുടെ രാജ്യത്ത് നടന്നാൽ, it will be 1 lakh rupees how to it is being generated in our country. Okay, and 1,00,000 രൂപ ഇവിടെ ജനറേറ്റഡ് ആവുമ്പോൾ ലൈക്ക് ലെറ്റ്സ് സേ അതിനകത്തുനിന്ന് ഒരു 20,000 രൂപ വേജസ് ആയിട്ട് പോയി. ഒരൊറ്റ ഫാക്ടറീനെ എടുത്തിട്ട് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് ലെറ്റ് ഇറ്റ് ബി ഒരു KK ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു അലുമിനിയം പ്ലാന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ 1,00,000 രൂപയുടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുമ്പം ലൈക്ക് 20,000 വേജസ് അവർ കൊടുത്തു. ആൻഡ് ഇനി ഒരു 30,000 റെൻറ്റ് അവർ നമ്മുടെ വേജസ് അവിടുത്തെ ഒരു ജോലിക്കാരൻ ലെറ്റ് ഇറ്റ് ബി നാരായണൻകുട്ടിക്ക് കൊടുത്തു. ഓക്കെ, 30,000 റെൻറ്റ്. അത് വർക്ക് ചെയ്തിരുന്നത് ഒരു ആരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ്, ലെറ്റ് ഇറ്റ് ബി രാഘവൻ. അപ്പോൾ രാഘവൻ ചേട്ടന് റെൻറ്റ് 30,000 കൊടുത്തു. ഇനി അടുത്തത് ഒരു 40,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പോയി. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പം ഈ പറഞ്ഞ KK ഇൻഡസ്ട്രീസ് പലിശയ്ക്ക് എടുത്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് കൺസിഡർ ചെയ്ത് അവർ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻട്രസ്റ്റ് ആയിട്ട് 40,000 രൂപ കൊടുത്തു. ലെറ്റ് ഇറ്റ് ബി ധനലക്ഷ്മി ബാങ്കോ അല്ലെങ്കിൽ സിംപ്ലർ സെക്ടറിൽ പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ പൈസ എടുത്തു വേറൊരു ഹൗസ് ഹോൾഡിലേക്കാണ് ഇൻട്രസ്റ്റ് പോകുന്നതെന്ന് വിചാരിക്കാം. ലെറ്റ് ഇറ്റ് ബി സോ ലെറ്റ് ഇറ്റ് ബി ദാസപ്പൻ. അപ്പോൾ ദാസപ്പൻ്റെ അടുത്തേക്കാണ്, ദാസപ്പൻ ചേട്ടൻ്റെ അടുത്തു നിന്നാണ് 40,000 ഇൻട്രസ്റ്റ് മേടിച്ചത്. പിന്നെ KK ഇൻഡസ്ട്രീസിൻ്റെ ഉടമയായിട്ടുള്ള ആൾക്ക് ഒരു 10,000 പ്രോഫിറ്റും ആളെടുത്തു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലോലനാണ് ഇതിൻ്റെ ഓണർ. സോ ലോലൻ ഒരു 10,000 എടുത്തു. ഇൻട്രസ്റ്റ് ഒരു 40,000 ദാസപ്പൻ എടുത്തു. 30,000 റെൻറ്റ് രാഘവൻ ചേട്ടൻ എടുത്തു. 20,000 വേജസ് എടുത്തു. സോ ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ലൈക്ക് 1 lakh rupees. ഈ 1 lakh rupees എന്ന് പറയുന്ന സാധനം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ഡിഫറെൻറ്റ് ഫാക്ടർ ഇൻകം. സോ ഇനി ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ തന്നെ എടുക്കാം, അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് ആഡപ്പ് ചെയ്തിട്ട് എടുത്തൂടെ. ലൈക്ക് 20,000, 30,000, 40,000 ആൻഡ് 10,000 ഇത് നമുക്ക് ആഡപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ആഡപ്പ് ചെയ്തെടുത്താലും നമുക്ക് ഈ 1 lakh എന്ന് പറയുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കിട്ടും.
സോ ഈ രണ്ട് രീതിയിലും നമുക്കെടുക്കാം. CSOയുടെ ഡെഫിനേഷൻ ഈസ് ലൈക്ക് ഈ ഒരു ഫാക്ടർ ഇൻകത്തിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ദെൻ യൂസ്ഫുൾനെസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് നാഷണൽ ഇൻകം. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എക്കണോമിക്സിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദ്യങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത്രയും എന്താ പറയുക വലിയ ആൻസേഴ്സ് കുറച്ച് മാർക്കിന് ചോദിക്കുന്നത് അത്ര എന്താ പറയുക പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ബേസിക്കലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അതിനകത്ത് 2-3 പോയിന്റ് നമ്മൾ എഴുതിയാൽ മതിയായിരിക്കാം. പക്ഷേ വലിയ ക്വസ്റ്റ്യന് ഒരു 5 മാർക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ചോദിക്കാറില്ല. സോ ദ ചാൻസ് ഓഫ് ആസ്കിങ് ഈസ് ലെസ്. പക്ഷേ നമ്മളത് പഠിക്കണം. ലൈക്ക് ലോങ് ആൻസർ ടൈപ്പിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്: യൂസ്ഫുൾനെസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ്. നാഷണൽ ഇൻകം accounts are fundamental aggregate statistics in macroeconomic analysis and are extremely useful, especially for the emerging and transition economies. So, national income accounting provide a comprehensive, conceptual and accounting framework for analyzing and evaluating the short-run performance of an economy. The level of national income indicates the level of economic activity and economic development as well as aggregate demand for goods and services of a country. സോ നാഷണൽ ഇൻകം അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക് അനലൈസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇക്കോണമീനെ നമുക്ക് പഠിക്കണമെങ്കിൽ അനലൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു നാഷണൽ ഇൻകം കൺസെപ്റ്റ് കൂടിയേ തീരും. അതുപോലെ തന്നെ പറയുന്നതാണ് നാഷണൽ ഇൻകം അക്കൗണ്ട്സിലൂടെ കോംപ്രഹെൻസീവ്, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കൺസെപ്ഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫ്രെയിംവർക്കാണ്. എന്തിനു വേണ്ടി? ഷോർട്ട് റൺ പെർഫോമൻസ് ഓഫ് ഇക്കോണമി. അതായത് നമ്മൾ ഒരു വർഷത്തെ 2018-19 നാഷണൽ ഇൻകം എടുത്തു കഴിഞ്ഞാൽ ഇക്കോണമി റിസഷനിലാണോ, ഇക്കോണമിയിൽ എത്ര ഗ്രോത്ത് ഉണ്ട്, ഏതെല്ലാം ഇൻഡസ്ട്രീസ് എന്തെല്ലാം ഇതിൽ കോൺട്രിബ്യൂഷൻ നടത്തി, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വ്യൂ നമുക്ക് ഈ നാഷണൽ ഇൻകം വഴി കിട്ടുന്നു. അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റി, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇക്കോണമി ഏത് രീതിയിലാണ്, ഏത് പാത്തിലാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, സർവീസ് സെക്ടറിലാണോ കൂടുതൽ ഗ്രോത്ത് ഉള്ളത്, എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇനി കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാഷണൽ ഇൻകം പഠിക്കുന്നത് വഴിയായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു കാര്യം is like the distribution pattern of national income determines the pattern of demand for goods and services and enable business to forecast the future demand for their products. നാഷണൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സെക്ടറൽ വൈസ് സ്റ്റഡീസ് നമുക്ക് നടത്താം. അതുവഴിയായിട്ട് എവിടെയാണ് ഇപ്പോൾ സർവീസ് സെക്ടറിലാണോ കൂടുതൽ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പ്രൈമറി സെക്ടറിലാണോ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ ഫ്യൂച്ചർ. ലൈക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ബിസിനസ് പീപ്പിളിന് ഇറ്റ് വിൽ ബി സോ യൂസ്ഫുൾ. നെക്സ്റ്റ്, economic welfare depends to a considerable degree on the magnitude and distribution of national income, size of per capita income and the growth of these over time. മൊത്തത്തിൽ നമുക്കറിയാം നാഷണൽ ഇൻകം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടുകയാണെങ്കിൽ ഇക്കണോമിക് വെൽഫെയർ ഇത് ആക്ച്വലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ലാസ്റ്റ് നമ്മൾ ചലഞ്ചസ് കാണുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ ഇക്കണോമിക് വെൽഫെയറിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് നാഷണൽ ഇൻകം തന്നെ പറയാം. കുറേയൊക്കെ നമുക്ക് വിശ്വസിക്കാം ലൈക്ക് നാഷണൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഇക്കണോമിക് വെൽഫെയർ കൂടുന്നു എന്നുള്ളത്. പക്ഷേ ആക്ച്വലി അത് കൂടുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. പക്ഷേ എന്നാലും ഇക്കണോമിക് വെൽഫെയറിൻ്റെ അതിൻ്റെ ഒരു തോത് നമുക്ക് ഈ നാഷണൽ ഇൻകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇക്കണോമിക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷനാണ്. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ അതായത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആളോഹരി വരുമാനം ഒരാൾക്ക് പെർ ക്യാപിറ്റ എത്ര കിട്ടുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണുന്നത് ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സും വെൽഫെയറൊക്കെ കൂടുന്നതിനൊരു ഇൻഡിക്കേറ്ററാണ് നാഷണൽ ഇൻകം നമുക്ക് പറയാൻ സാധിക്കും. The estimates of national income show the composition and structure of national income in terms of different sectors of the economy, the periodical variations in them, and the broad sectoral shifts in an economy.
over time. It is also possible to make temporal and spatial comparisons of the trend and speed of economic progress and development. Using this information, the governments can fix various sector-specific development targets for different sectors of the economy and formulate suitable development plans and policies to increase the growth rates. പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നേഷനിൽ മെയിൻലി 3 സെക്ടേഴ്സാണുള്ളത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. പ്രൈമറി എന്ന് പറഞ്ഞാൽ വിച്ച് ഡീൽസ് വിത്ത് അഗ്രികൾച്ചർ, അങ്ങനത്തെ പ്രൈമറി പ്രോഡക്ട്സ്. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ആണ്. ആൻഡ് ടെർഷ്യറി ഈസ് ഒബ്വിയസ്ലി അബൌട്ട് സർവീസ് സെക്ടേഴ്സ്. സോ ഈ 3 സെക്ടറും നമ്മൾ എടുക്കുമ്പോൾ ഓരോ സെക്ടർ സ്പെസിഫിക്, അതായത് ഫസ്റ്റ് മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഓരോ സെക്ടറിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു, അവരെത്ര കണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നാഷണൽ ഇൻകം അവരുടെ ഇൻക്രീസിങ് ട്രെൻഡാണോ, ഓരോ സെക്ടറിനും എന്തെല്ലാം ഇക്കണോമിക് ടാർഗറ്റ്സ് വെക്കണം, എന്ത് ഇക്കണോമിക് പോളിസി എടുക്കണം, ഓരോന്നിൻ്റെയും പ്രോഗ്രസ് എത്രയാണ്, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വഴി നമ്മളെ സഹായിക്കുന്നു. ഇനി 5th പോയിന്റ്, national income statistics also provide a quantitative basis for macroeconomic modeling and analysis for assessing and choosing economic policies and for objective statement as well as evaluation of the government's economic policies. These figures often influence popular and political judgments about the relative success of economic programs. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് നമ്മളിപ്പം ബഡ്ജറ്റ് അനലൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ടോട്ടലി ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത്ര വർഷത്തെ ഒരു പ്രവർത്തനം നന്നായിരുന്നു നമ്മൾ കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും നാഷണൽ ഇൻകം ഇമ്പ്രൂവ് ആയെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വിശ്വസിക്കാം ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഒരു പരിധി വരെ സക്സസ്ഫുൾ ആണെന്ന്. അപ്പോൾ ഇക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ള അവരുടെ ജഡ്ജ്മെൻറ്റ്, പൊളിറ്റിക്കൽ മൂവ്സ്, ഇതൊക്കെ ഇക്കണോമിയെ എന്തുമാത്രം കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു, അതിൻ്റെ ഔട്ട്കം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നാഷണൽ ഇൻകം വഴി സാധിക്കുന്നു. നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് through light on the income distribution and the possible inequality in the distribution among different categories of income earners. ഇൻകം ഡിസ്ട്രിബ്യൂഷനിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് നാഷണൽ ഇൻകം. അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും റേഷ്യോസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എല്ലാം. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്കൽ പോളിസീസ് ഗവൺമെൻറ് ഇറക്കുന്നുണ്ട്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഒരുപാട് കാര്യത്തിൽ മുടക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് ടാക്സ് പിടിക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ടോ, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, ഈ വകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നാഷണൽ ഇൻകം ബേസ് ചെയ്താണ് നമ്മൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തുന്നത്. അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം ഒരു കൺട്രിയിൽ ഇലൈറ്റ് ക്ലാസ് പീപ്പിളിൻ്റെ കയ്യിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി ഇൻകം വിൽ ബി ഇൻ ദ ഹാൻഡ്സ്. പക്ഷേ നാഷണൽ ഇൻകം ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് പുവർ ക്ലാസിൻ്റെ ലൈഫ് സ്റ്റൈലും കൂടി ഇമ്പ്രൂവ് ആവുന്നു എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഒരു ഇൻഡിക്കേഷനും കൂടി നാഷണൽ ഇൻകം തരുന്നുണ്ട്. സോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ്, എല്ലാ തലങ്ങളിലും അത് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാഷണൽ ഇൻകം വഴിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ്റർനാഷണൽ കമ്പാരിസൺ in respect of incomes and living standards assist in determining eligibility of loans and for other funds or conditions on which such loans and funds are made available. The national income data are also useful to determine the share of nation's contribution to various international bodies. നമ്മുടെ ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്, ഇതുപോലത്തെ ഇൻ്റർനാഷണൽ ബോഡീസൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ ലോൺ എടുക്കും. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ളൊരു കഴിവ് നമ്മുടെ കൺട്രിക്ക് ഉണ്ടോ എന്നുള്ളത് അവർ നോക്കും. അത് ബേസിക്കലി നോക്കുന്നത് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ അതിൻ്റെ അളവൊക്കെ വെച്ചായിരിക്കും. നാഷണൽ ഇൻകം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇക്കോണമി ഗ്രോത്തിലാണോ, നമ്മുടെ നാഷണൽ ഇൻകം ഒബ്വിയസ്ലി അവർ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ലോണും മറ്റു കാര്യങ്ങളും ഒക്കെ തരുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോഡീസായിട്ടുള്ള നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നാഷണൽ ഇൻകം അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. Combined with the financial and monetary data, national income data provide a guide to make policies for growth and inflation. നമുക്കറിയാം ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും, അതല്ലെങ്കിൽ നമ്മൾ ടാക്സസ് കൂട്ടും. ഇതുപോലത്തെ ഇൻഫ്ലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് വരുന്ന സമയത്ത്, റിസഷൻ വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും മോണിറ്ററി ആയാലും ഫിനാൻഷ്യൽ പോളിസീസ് ആയാലും ഇതൊക്കെ നമ്മൾ നാഷണൽ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇറക്കുന്നുണ്ടാവുക. 9th point, the national income or a relevant component of it is an indispensable variable considered in economic forecasting and to make projections about the future development trends of the economy. ട്രെൻഡ് പ്രൊഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇക്കണോമിക് ഫോർകാസ്റ്റ്, നമ്മുടെ ഇക്കോണമിയിൽ ഇനി നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ നാഷണൽ ഇൻകം. സോ ഇത്രയുമാണ് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയണമെങ്കിൽ
നമ്മുടെ ഇക്കോണമിയുടെ എല്ലാവിധ ഫോർകാസ്റ്റിങ്ങിനും ട്രെൻഡിനും സെക്ടറൽ വൈസ് സ്റ്റഡീസിനും ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഇവാലുവേഷനും ഇൻകം ജനറേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഇൻ്റർനാഷണൽ ബോഡീസുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫോർകാസ്റ്റിങ്ങിനും എല്ലാത്തിനും ഇസ് ബേസ് ഇസ് നാഷണൽ ഇൻകം. ഓക്കെ.